ഓണക്കാലത്തെ പരസ്യ തട്ടിപ്പ്. കേരളം വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. എല്ലാവരും യുക്തിസഹമായി ചിന്തിക്കുന്ന സംസ്ഥാനം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ അടുത്തിടെ കണ്ട ചില വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, കേന്ദ്ര വാണിജ്യ മന്ത്രി തന്നെയാണ് അത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് വിട്ടത്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടുത്തെ ഈ വിപണന മേള, ഇന്ത്യയുടെ വിപണന മേളയിൽ വലിയ പരിധി വരെ വിപണനത്തിനെത്തുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ളവരാണ്. അപ്പൊ ഈ വലിയ വിപണന മേള കാരണം കൊണ്ട് ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം തന്നെ ആ പ്രസ്താവന പിൻവലിക്കുകയല്ല, അത് തിരുത്തി പറഞ്ഞു. അപ്പൊ എന്താണ് അദ്ദേഹം അങ്ങനെ ആദ്യം പറഞ്ഞത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരുത്തി പറഞ്ഞത്? BJP ഗവൺമെന്റ് 2014 ഭരണത്തിൽ വന്ന കാലം മുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാണ്. എന്ന് വെച്ചാൽ ഇവിടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി വഴിവിട്ടുള്ള സഹായം, വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ വിദേശ നിക്ഷേപത്തിന്റെ കൂടെയാണ് ഈ ആമസോൺ ഇവിടെ വന്ന് വിൽപ്പന നടത്തുന്നതും ഫ്ലിപ്കാർട്ട് ഇവിടെ വന്ന് വിൽപ്പന നടത്തുന്നതും ഒക്കെ കണക്കാക്കുന്നത്. അതിലാണ് അതിൻ്റെ വൈചിത്ര്യം ഇരിക്കുന്നത്. ആമസോൺ എന്താണ് ചെയ്യുന്നത്? ആമസോൺ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുക. ഈ വിൽപ്പന മാത്രമാണ് ആമസോൺ. ഇവിടെ ആമസോണിന് എന്തെങ്കിലും ഒരു ഉൽപാദക യൂണിറ്റ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആമസോൺ ഇവിടെ കൊണ്ടുവന്ന് വലിയ തോതിൽ വിൽപ്പന നടത്തുന്നു. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു. ഏറ്റവും വില കുറഞ്ഞ് അവർക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് ഏത് രാജ്യത്താണോ, അത് ശ്രീലങ്കയാകാം, അല്ലെങ്കിൽ പാകിസ്ഥാനാകാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനാകാം, അതുമല്ലെങ്കിൽ ഫിലിപ്പീൻസ് ആകാം, അതുമല്ലെങ്കിൽ കാനഡയാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മൊറോക്കോയോ മറ്റേതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകാം. അവിടെയൊക്കെയാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെയാണ് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷെ ക്വാളിറ്റിയും അങ്ങനെ ആയിരിക്കും. അത് നമുക്ക് വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഏത് സാങ്കേതിക വിദ്യയിൽ എന്ത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചു എന്നതൊക്കെ ഉള്ളത് അന്വേഷിച്ചു പോകണം. അപ്പൊ അതിനൊന്നും ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ അവർ വില കുറഞ്ഞു കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് അറിയില്ലേ? അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അത് ഇവിടെ വ്യാവസായിക രംഗത്ത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു. ഉടനെ വന്നു ക്രിറ്റിസിസം. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി അതിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ് ഞാൻ കണ്ടത്, ഇന്ത്യയിൽ ഇങ്ങനെ ആകെ വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ 10.1% വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേൾക്കുക. ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ, ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രം വിൽക്കുന്നതല്ല, ആകെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ 10.1% വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലാണെന്ന്. അപ്പൊ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാണ്? ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിന്റെ 10.1% ഇവിടെ വിറ്റഴിക്കപ്പെടുന്നു എന്നല്ലേ പറഞ്ഞേ? കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.63% മാത്രമാണ്. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.63%. അപ്പൊ ഈ 2.63% പോപ്പുലേഷനാണ് 10.1% ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ വിപണന കെണി. അതായത് ഓണക്കാലത്തൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ അഡ്വർടൈസ് ചെയ്ത്, അയ്യോ ഞങ്ങൾ വിൽപ്പനയുടെ, അതായത് ഉൽപ്പന്നത്തിന്റെ വിലയുടെ 35%, 25% അതിൻ്റെ കൂടെയാണ് കോടികളുടെ ബെൻസ് കാർ മുതൽ എന്തെല്ലാം വലിയ വലിയ വില കൂടിയ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ വരിയായിട്ട് ഉൽപ്പന്നങ്ങളുടെ വരും. അത് മാത്രമാണോ? ഇതൊക്കെ അനൗൺസ് ചെയ്യുന്ന ആരാണ്? ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത് സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റികളുടെ കാര്യം പറയുമ്പോഴാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ അമിതാഭ് ബച്ചൻ തന്നെ കോൻ ബനേഗ ക്രോർപതി എന്നുള്ള ആ പ്രോഗ്രാമിന് ഒരു എപ്പിസോഡിന് 5 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന്. അതാണ് സെലിബ്രിറ്റികളുടെ പ്രതിഫലം കേട്ടോ. അപ്പൊ ഇങ്ങനെ
പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റികളാണ് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അനൗൺസ് ചെയ്യുന്നത്, അതിന്റെ മുൻനിരയിൽ നിന്ന് നമ്മളെ വേട്ടയാടുന്നത്. ഈ സെലിബ്രിറ്റികൾ പണമൊക്കെ വാങ്ങിച്ച് അവരുടെ മാളങ്ങളിലേക്ക് പോകും. അടുത്ത അഡ്വർടൈസ്മെന്റുമായിട്ട് അവർ വീണ്ടും വരും, വീണ്ടും അവർ കോടികൾ വാങ്ങുന്നു. പക്ഷേ നമ്മുടെ പോക്കറ്റ് കാലിയായി പോവുകയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് എത്ര വില കുറഞ്ഞു കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണോ വാങ്ങാവുന്നത് അതൊക്കെ വാങ്ങി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് അതിൻ്റെ പല ഇരട്ടി പല മടങ്ങ് വില. നമ്മൾ ഓർക്കണം, ഈ സെലിബ്രിറ്റികൾക്ക് കൊടുക്കുന്ന പാരിതോഷികങ്ങളും അതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന, ഇപ്പൊ ബെൻസ് കാർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, പല ഉപഭോക്താക്കൾക്ക് ലോട്ടറി സിസ്റ്റം പോലെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ചെലവുകൾ മുഴുവനും വരുന്നത് ഈ ഉൽപ്പന്നത്തിന്റെ വിലയിൽ തന്നെയാണ്. ഇത് വിൽക്കാൻ വരുന്ന കമ്പനി, അഡ്വർടൈസ് ചെയ്ത് വിൽക്കാൻ വരുന്ന കമ്പനി നഷ്ടത്തിലോടുന്ന കമ്പനി അല്ലല്ലോ. നഷ്ടത്തിൽ ഓടാൻ വേണ്ടിയാണെങ്കിൽ അവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കില്ലല്ലോ. അപ്പൊ അവർക്ക് കൊള്ള ലാഭം കിട്ടുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ സെലിബ്രിറ്റികൾക്കും ഒക്കെ ഇത്രയേറെ വലിയ പ്രതിഫലം കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇതുപോലെ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി. ഈ ആകർഷണ വലയത്തിലൊക്കെ വീണാണ് ഈ ഇന്ത്യയുടെ 2.6% പോപ്പുലേഷനുള്ള കേരളം ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്നതിന്റെ 10.1% സാധനങ്ങൾ വാങ്ങുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് തല താണു പോകുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം നാം നമ്മുടെ പോക്കറ്റ് അറിയാതെയാണ് ചെലവഴിക്കുന്നത്. ആവശ്യമില്ലാത്ത ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടി വീട് നിറച്ച് അതിൽ പലതും ഒരു പ്രയോജനവും ഇല്ലാതെ പിൽക്കാലത്ത് എടുത്ത് കളയുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വെറുതെ തൊട്ടടുത്ത വീട്ടിൽ എന്ത് വാങ്ങിച്ചിരിക്കുന്നു എന്ന് നോക്കി അത് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ഇവിടെ മേടിക്കുക, അങ്ങനെ ഒരു മത്സര സ്വഭാവമാണ്. അപ്പൊ എവിടെ പോയി നമുക്ക് വിദ്യ കൊണ്ട് കിട്ടിയ ലോജിക്കൽ തിങ്കിങ്? നമ്മുടെ പോക്കറ്റിന് അനുസരിച്ച് വേണം ചെലവഴിക്കാൻ എന്നുള്ള ആ ചിന്ത നമുക്ക് എവിടെ നിന്നാണ് ഇനി ഉണ്ടാവുക? അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക? കടക്കെണിയിലാകുന്നു. കടക്കെണിയിലായിട്ട് കുടുംബത്തോടെ സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള്, എന്തൊക്കെ അപകടങ്ങളാണ് നാം ഈ വലിയ ഉപഭോക്തൃ മോഹം കൊണ്ട്, ഭ്രാന്താണ്, ഉപഭോക്തൃ ഭ്രാന്ത് അങ്ങനെ തന്നെ പറയണം. ആ ഉപഭോക്തൃ ഭ്രാന്ത് കൊണ്ട് നാം എന്തൊക്കെ അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാത്തിനും ഒരു പരിധി വേണം. നമ്മുടെ പോക്കറ്റിൽ എന്തുണ്ട്, നമുക്ക് എന്താണ് അടിയന്തിരമായിട്ട് ആവശ്യമായിട്ടുള്ളത്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പണം മാറ്റിവെക്കുക. എന്നിട്ട് അത്യാവശ്യമായിട്ട് കൊള്ളാം എന്ന് തോന്നുന്നതിന്റെ ബ്രാൻഡ് നോക്കി, നല്ല ബ്രാൻഡ് എന്ന്, അതായത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ബ്രാൻഡുകളുണ്ട്, അത്തരം ഉൽപ്പന്നങ്ങൾ അത്യാവശ്യത്തിന് മാത്രം വാങ്ങുക, ആവശ്യമില്ലാതെ ഒന്നും വാങ്ങാതിരിക്കുക. നമ്മുടെ വീടിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മനസ്സിനെ ഒരു ചവറ്റുകൊട്ടയാക്കി മാറ്റാതെ, നാം കഷ്ടപ്പെട്ട് നേടിയ പണം, അത് കഷ്ടപ്പെട്ടാണ് നേടിയത് എങ്കിൽ ആ പണം ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. അതുപോലെ എനിക്ക് സർക്കാരിനോട് ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഓണം വരാൻ പോവുകയാണ്. ഓണ കിറ്റ് കൊടുക്കാൻ പോകുന്നു. സിവിൽ സപ്ലൈസ് ആണ് ഈ പ്രാവശ്യം. റേഷൻ കടക്കാരെ അപ്രോച്ച് ചെയ്യുന്നില്ല ഗവൺമെന്റ്, പകരം സിവിൽ സപ്ലൈസ് വഴി കിറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റേഷൻ കടക്കാരെ വിട്ടുകളഞ്ഞത്? കാരണം പണ്ട് കോവിഡ് കഴിഞ്ഞും അതിനുശേഷവും ഒക്കെ കൊടുത്ത കിറ്റിന്റെ ഒക്കെ പൈസ അവർക്ക് കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർ സമര ഭീഷണിയും മുടക്കാറുണ്ട്, ആ കുടിശ്ശിക ചോദിക്കാറുണ്ട്. അങ്ങനെ ഗവൺമെന്റും റേഷൻ കടക്കാരും തമ്മിൽ നല്ല ടേംസിലല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സിവിൽ സപ്ലൈസിൽ നിന്ന് തന്നെ കിറ്റ് കൊടുക്കുക എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം ഓർക്കുക, കിറ്റ് വാങ്ങുന്നവരും ശ്രദ്ധിക്കുക, കിറ്റ് കൊടുക്കുന്ന ഗവൺമെന്റ് ശ്രദ്ധിക്കുക, അതിനേക്കാൾ ഉപരി ഫുഡ് സെക്യൂരിറ്റി ആക്ടുകാരും ഫുഡ് സെക്യൂരിറ്റി സംവിധാനവും ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മൾ കണ്ടതാണ്, കിറ്റ് കൊടുത്തതിൽ, അതായത് ഒരു ആദിവാസി ഊരിലെ കൊടുത്ത കിറ്റിനകത്തെ വെളിച്ചെണ്ണ, കേര പാക്കറ്റിലെ വെളിച്ചെണ്ണ തന്നെ ചീത്ത വെളിച്ചെണ്ണയായിരുന്നു. അതായത് ഗുണപരമായി ഭയങ്കരമായിട്ട് അപകടം പിടിച്ച, അതായത് മായം ചേർക്കപ്പെട്ട വെളിച്ചെണ്ണയായിരുന്നു. അതായത് കേര പാക്കറ്റിൽ എങ്ങനെ മായം ചേർക്കപ്പെട്ട, അപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് മായം ചേർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് കേര എന്ന പേരും എല്ലാം ഉള്ള പാക്കറ്റ് ഉണ്ടാക്കി ആ പാക്കറ്റിൽ മായം ചേർന്ന എണ്ണ ധാരാളമായിട്ട് ലഭ്യമാണ്. മെഷീൻ ഓയിലൊക്കെ
കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ എണ്ണയാക്കി മാറ്റി ഈ വറക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത് ആൾക്കാര്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ആദിവാസി ഊരിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊടുത്ത കിറ്റിൽ നിന്ന് എടുത്ത ഈ വെളിച്ചെണ്ണ പ്രത്യേകമായിട്ട് അത് കേര പാക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത്. ചാനലുകൾ കാണിക്കുകയുണ്ടായി കൃത്യമായിട്ട് കേര പാക്കറ്റിൽ വെളിച്ചെണ്ണ മായം ചേർത്ത വെളിച്ചെണ്ണയായിരുന്നു. അങ്ങനെ മായം ചേർത്ത് കിറ്റ് കൊടുത്ത് പാവപ്പെട്ടവരെ കൊല്ലരുത്, പാവപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അവരുടെ ജീവൻ നിലനിർത്തുകയല്ല, പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതിരിക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടി, മായം കഴിക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും പരിശുദ്ധമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കിറ്റിൽ കൊടുക്കേണ്ടത്. അവരത് അർഹിക്കുന്നു. അവരിവിടുത്തെ കേരളത്തിലെ പൗരന്മാരാണ്. ആ പൗരന്മാരാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെന്റും സിവിൽ സപ്ലൈസും ഒക്കെ പ്രവർത്തിക്കണം. അങ്ങനെ നല്ലത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇല്ല മക്കളെ എന്ന് പറയാനുള്ള നന്മ കാണിക്കണം. ഇങ്ങനെ വിഷം കൊടുത്ത് അവരെ കൊല്ലാനായിട്ട് നോക്കരുത് എന്നുകൂടി ഈ സാഹചര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.